കഴിഞ്ഞ 3-ാം തീയതിയാണ് നമുക്ക് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ സന്ധ്യ എന്ന് പറഞ്ഞ കാര്യറയിലുള്ള ഒരു സ്ത്രീ അവരുടെ മകളുടെ മകളായ അനശ്വരനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയായിട്ട് വരുന്നത്. അപ്പൊ ഈ സന്ധ്യയുടെ മകളായിട്ടുള്ള കലാസൂര്യ ഇവരുടെ കണ്ണൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡുമായിട്ട് കുറെ കാലം തെങ്കാശിയിലൊക്കെയാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദീപാവലിക്കാണ് ഇവർ കണ്ടിരുന്നത്. അതിന്റെ ശേഷം പിന്നെ ഇവരെ ഈ സ്ത്രീ കണ്ടിട്ടില്ല. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അമ്മയെ കണ്ടു, പക്ഷെ അമ്മയുടെ കയ്യിൽ കുട്ടിയില്ലായിരുന്നു. അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടാണ് നമ്മൾ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമ്മൾ 2 വയസ്സായ കുട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിസ്സിംഗ് കേസ് എടുത്ത് അന്വേഷിച്ചിട്ട് ഈ കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അവര് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരിപ്പോ താമസിക്കുന്ന കണ്ണൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഈ കുട്ടിയെ ഒരു ദിവസം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നിട്ട് ചാക്കിൽ കെട്ടി കാട്ടിൽ ഉപേക്ഷിച്ചു. അത് സഹിക്കാൻ വയ്യാതെ ഇവര് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോ അത് നമ്മള് ഇതുപോലെ അന്വേഷിച്ചതിന് ശേഷം നമ്മളെ ജില്ലാ പോലീസ് മേധാവിയോട് അറിയിച്ചതിന് ശേഷം മധുരയിൽ അവിടെ പോയി നമ്മളുടെ ഒരു ടീം അവിടെ പോയിട്ട് അവിടുത്തെ തമിഴ്നാട് പോലീസുമായി കോപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കണ്ണൻ എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കുന്നതും. അങ്ങനെ അവിടെ തെരഞ്ഞെടുത്തതിന് ശേഷം ഈ കുട്ടിയുടെ ബോഡി എന്ന് പറഞ്ഞാൽ 1 മാസം പഴകിയ ബോഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ബോൺസും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. അത് അവിടെ നിന്ന് കണ്ടുപിടിക്കുകയും ഈ സ്ത്രീയെ നമ്മൾ അവിടെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. ഇപ്പോ അവർ രണ്ടുപേരും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. അവിടെ ഇതൊരു മർഡർ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളെ പുനലൂർ പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും പെട്ടെന്ന് തന്നെ SHOയും ടീമും പെട്ടെന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും. അത് കൂടുതലായിട്ട് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് ഈ കേസ് അവരായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തെളിയിക്കാൻ പറ്റിയത്.